ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി 2025 കൂടി ഏകദേശം 1000 കോടി എന്ന് പറഞ്ഞ ഒരു ഫിഗറിലേക്ക് എത്തും. കാര്യം അതിപ്പോൾ അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. കാര്യം ഇറക്കി വിടുന്ന പടങ്ങളും വരുന്ന ഹൈപ്പുകളും ഒക്കെ കാണാൻ നേരത്ത് അടിച്ചുകൊണ്ട് തന്നെ അവർ പ്രതികാരം ചെയ്യും. പണ്ട് നമുക്കറിയാം യന്ത്രനൊക്കെ ഇറങ്ങിയ സമയത്ത് ബോളിവുഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ ടോപ്പിൽ നിന്നൊരു സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി കോളിവുഡ് ആയിരുന്നു. ആ സമയത്താണ് ബാഹുബലിയും RRR KGF ഒക്കെ വന്ന് ടോളിവുഡ് സാൻഡൽവുഡ് ഒരു പടി നല്ല വളരെ വലിയ ഉയരത്തിലേക്ക് അവർ കയറിപ്പോയി. 1000 കോടി മുമ്പേ ആരടിച്ചു? അവരടിച്ചു, കോളിവുഡിനേക്കാൾ മുമ്പേ. ഇനി അങ്ങോട്ട് കോളിവുഡ് എന്തായാലും പ്രതികാരമാണ്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ പ്രതികാരം വീട്ടാനായിട്ട് ഒരുപാട് അഡാർ ഐറ്റങ്ങൾ അവരുടെ കയ്യിലുണ്ട്. സൂര്യ ശിവ കോംബോയിൽ വരുന്ന കങ്കുവ 1000 കോടി എന്ന് പറയുന്ന ഒരു ഫിഗർ ലക്ഷ്യം വെച്ചിറങ്ങുന്ന സിനിമ തന്നെയാണ്. ഇങ്ങനെ പറയുമ്പോൾ സൂര്യ ഹേറ്റേഴ്സ് എന്ന് പറയും, അങ്ങേര് ബോക്സ് ഓഫീസിൽ വളരെ വീക്കാണ്. 1000 കോടിയൊക്കെ നടക്കുമോ, ഒരു 200 പോകുമോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരോട് ഒന്നേ പറയാനുള്ളൂ, ഇത് സൂര്യയുടെ പടം എന്നുള്ളൊരു ലെവലിൽ മാത്രം ഇറങ്ങുന്ന പടമല്ല, ഇത് കോളിവുഡിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രൊഡക്റ്റാണിത്. ബാഹുബലി എങ്ങനെയാണോ ടോളിവുഡിൽ, അതേപോലെ തന്നെ കോളിവുഡിൽ നിന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മളല്ല അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ നല്ല പ്രൊമോഷനിലായിരിക്കും, നല്ല പാനിൻ്റെ റിലീസ് കിട്ടും, സാധ്യതയുണ്ട് ഗൈസ്. പോസിറ്റീവ് ആണെങ്കിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശങ്കർ, നമ്മുടെ കമൽഹാസൻ, ഉലകനായകൻ കമൽഹാസൻ കോംബോയിൽ വരുന്ന ഇന്ത്യൻ 2. ശങ്കർ ഇച്ചിരി ഫോം ഔട്ടാണ്, പക്ഷേ അങ്ങേര് ഫോം ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റൊരു ഡയറക്ടറും താങ്ങത്തില്ല. ആ രീതിയിൽ പുള്ളി ഫോം ആവും ഇന്ത്യൻ 2. പിന്നെ നമ്മുടെ വെങ്കട് പ്രഭു വിജയ് കോംബോയിൽ വരുന്ന ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ അറിയാം, വളരെ വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന വളരെ പുതുമയുള്ളൊരു ആശയം എടുത്തങ്ങോട്ട് ഡെലിവറി ചെയ്യുമെന്നൊക്കെയാണ് വെങ്കട് പ്രഭു പറഞ്ഞേക്കുന്നത്. എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്കിലും ആ സിനിമയും 1000 കോടി എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മുന്നോട്ട് വച്ചുകൊണ്ടിറങ്ങുന്ന ഒരു സിനിമയാണ്. ഇതല്ലാണ്ട് പിന്നെ ഏത് സിനിമയൊക്കെ ഉണ്ടായിരുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും സിനിമയുടെ കമൻറ്റ് ബോക്സിലിട്ടോ. എനിക്ക് ഈ സിനിമകളൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഒരു സിനിമയും കൂടി എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു ഗൈസ്. കിട്ടി നമ്മുടെ വിക്രമും അതുപോലെ തന്നെ പാരഞ്ജിത്തും ആണെന്ന് തോന്നുന്നു. പാരഞ്ജിത്തല്ല ഡയറക്ടർ, അത് തന്നെ തങ്കലാൻ. ആ സിനിമയും ക്വാളിറ്റി വൈസ് ടോപ്പായിരിക്കും. അതും വളരെ വലിയ ഒരു ലക്ഷ്യം വെച്ച് തന്നെ വരുന്ന ഒരു സിനിമയാണ് ആ സിനിമയും. അതുകൂടാതെ ഇപ്പോൾ അടുത്ത അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ലോകേഷ് അതുപോലെ തലൈവർ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കോംബോയിൽ വരുന്ന തലൈവർ 171 കൂലി സിനിമയുടെ ടീസറാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്, ടൈറ്റിൽ ടീസർ. എന്തായാലും ആ സിനിമയും ഇനി അങ്ങോട്ട് ലക്ഷ്യം വെക്കാൻ പോകുന്നത് 1000 കോടി എന്ന് പറയുന്ന ഫിഗർ തന്നെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും സിനിമയുടെ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും. അപ്പം ഈ സിനിമയുടെ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതിനകത്ത് മറ്റേ മയക്കുമരുന്ന് പൊരുൾ ചട്ടമൊന്നുമല്ല നമ്മുടെ ലോകേഷ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഗോൾഡ് ആണെന്ന് തോന്നുന്നു, വാച്ചൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും വേറൊരു സംഭവമായിരിക്കും ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. മറ്റു സിനിമകൾ കാണിച്ചതല്ല, അങ്ങനെ അല്ലാത്തൊരു സംഭവമായിരിക്കും ഈ സിനിമയിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രജനീകാന്തിനെ നമുക്ക് കാണാൻ പറ്റും. പുള്ളിയുടെ വില്ലനിസം കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ലോകേഷ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ച ലോകേഷിൻ്റെയും അതുപോലെ തലൈവർ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കരിയറിലെയും ഏറ്റവും വലിയ ഹൈപ്പുള്ളൊരു സിനിമയായിട്ട് ഇത് മാറുമെന്നാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് അത്രമാത്രം ഹൈപ്പ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് കാണുന്നുണ്ടോ? സത്യസന്ധമായിട്ട് പറയണം. ഫാൻ ബേസോ അല്ലെങ്കിൽ ഹേറ്റ്, ബാക്കി ഏതെങ്കിലും ഒരു നടനോടുള്ള ഹേറ്റ് വെച്ച് അങ്ങനെയൊന്നും പറയല്ലേ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് തൊട്ട് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു ഹൈപ്പുണ്ട്. ലോകേഷ് കനറായി നമുക്കറിയാം, മാനഗരം, കൈദി, മാസ്റ്റർ, വിക്രം, ലിയോ, ഇത്രയും സിനിമകൾക്ക് ശേഷം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ്. കോളിവുഡിലെ തന്നെ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ഒരു ഡയറക്ടർ ചെയ്യാൻ പോകുന്ന പടം. ആ ഡയറക്റ്റ് ചെയ്യുന്നത് ആരെ വെച്ചാണ്? ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ വെച്ചാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പടത്തിന് ഈ ഹൈപ്പല്ല വരേണ്ടത്, ഇതിൻ്റെ അപ്പുറത്തെ ഹൈപ്പിലേക്ക് പോകേണ്ടതാണ്. ആ ഹൈപ്പിലേക്ക് എന്തായാലും ഈ സിനിമ എത്തിയിട്ടില്ല. ഈ ലിയോയുടെ അനൗൺസ്മെൻറ്റ് നമുക്കറിയില്ല, തളപതി 67 എന്ന് പറഞ്ഞ് തുടങ്ങി എവിടെ ചെന്നാലും ലോകേഷിന് എവിടെ ചെന്നാലും സമാധാനം കൊടുക്കത്തില്ല. ആ രീതിയിലുള്ളൊരു ഹൈപ്പാണ് കിട്ടിയത്. ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് അങ്ങനെ ആ അനൗൺസ്മെൻറ്റ് വന്നില്ലേ, അത് തൊട്ടങ്ങോട്ട് വെടിച്ചില് പരിപാടിയായിരുന്നു ആ സിനിമയുടെ റിലീസ് വരെ നമ്മൾ കണ്ടത്. അതേ രീതിയിലുള്ള ഓളം ഇനി ഒരു ലോകേഷ് പടത്തിന് കാണണമെന്നുണ്ടെങ്കിൽ ഹേറ്റേഴ്സ് വന്ന് പറയും റോളക്സ് വരുന്നുണ്ട്, കാണാമെന്ന്. നടക്കത്തില്ല. അതിനും ഈ ഒരു ഹൈപ്പൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ സൂപ്പർ സ്റ്റാറുമായിട്ട് വന്ന ലെവൽ സംഭവമില്ലേ, ആ ഹൈപ്പൊക്കെ റോളക്സ് വന്നാലും കിട്ടത്തുള്ളൂ. കിട്ടണമെങ്കിൽ ലിയോ 2 തന്നെ ഇനി അവതരിക്കേണ്ടി വരും. ആ ഒരു ഹൈപ്പ് ലിയോയ്ക്ക് നമ്മൾ കണ്ട ലോകേഷിൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹൈപ്പ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലിയോ 2 അനൗൺസ്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യും. അപ്പോഴേ നടക്കത്തുള്ളൂ. കൈദി 2 വരും, വിക്രം 2 വരും, റോളക്സ് വരും. ഏതൊക്കെ വന്നാലും ലിയോ 2 വരാൻ പോകുന്നതാണ് ദി എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. കാണാം. അപ്പോൾ എന്തായാലും സൺ പിക്ചേഴ്സ് ബാനറിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ലോകേഷ് കനകരാജ്, അൻപറിവ് സ്റ്റണ്ട്, മ്യൂസിക് അനിരുദ്ധ്, ക്യാമറ നമ്മുടെ വിക്രമിലൊക്കെ ക്യാമറ കൈകാര്യം ചെയ്ത ഗിരീഷ് ഗംഗാധരനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു ഗംഭീര ടീമാണ്. രജനീകാന്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു പടമായിട്ട് മാറട്ടെ സിനിമ. അതും 1000 കോടിയിലേക്ക് എത്തട്ടെ. അപ്പോൾ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ 1000 കോടി ഏത് സിനിമയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.